ഇന്നിവിടെ പറയാൻ പോകുന്നത് ഒരു ബുദ്ധ സന്യാസിയുടെ കഥയാണ്. പല നാടുകളും ചുറ്റി സഞ്ചരിച്ചിരുന്ന ഒരു ബുദ്ധ സന്യാസി ഒരിക്കൽ തൻ്റെ യാത്രയുടെ ഭാഗമായി ബനാറസിലെത്തി. അവിടുത്തെ രാജാവ് വളരെയധികം സന്തോഷത്തോടെയും ബഹുമാനത്തോടെയും അദ്ദേഹത്തെ സ്വീകരിച്ചു. അതിൽ സന്തുഷ്ടനായ സന്യാസി കുറച്ചു കാലം അവിടെ തന്നെ ജീവിക്കാമെന്ന് തീരുമാനിച്ചു. പിന്നീടുള്ള ദിവസങ്ങളിൽ ധ്യാനവും മറ്റുമായി അദ്ദേഹം അവിടെ തന്നെ കഴിഞ്ഞുകൂടി. ആ ഇടയ്ക്ക് നമ്മുടെ രാജാവിനൊരു ആൺകുഞ്ഞ് ജനിച്ചു. രാജാവ് അവന് ദുപ്തകുമാരൻ എന്ന് പേര് നൽകി. കുഞ്ഞ് വളർന്ന് വലുതായി. രാജകുമാരൻ പറയുന്നതെല്ലാം രാജാവ് സാധിച്ചു കൊടുത്തുകൊണ്ടേയിരുന്നു. പക്ഷെ ഒരു കാര്യത്തിൽ മാത്രം രാജാവിന് നിരാശ തോന്നി. നമ്മുടെ രാജകുമാരൻ വളരെ നിസ്സാര കാര്യത്തിന് പോലും പെട്ടെന്ന് ശുഭിതനാവുന്ന പ്രകൃതക്കാരനായിരുന്നു. തൻ്റെ മകൻ്റെ ചീത്ത സ്വഭാവം മാറ്റാനായി രാജാവ് അവൻ അത്രത്തോളം ശ്രമിച്ചു. പക്ഷെ എല്ലാം വിഫലമായി. രാജകുമാരൻ്റെ ഈ സ്വഭാവം മാറ്റിയില്ലെങ്കിൽ താൻ എങ്ങനെ കിരീടാവകാശം ഇവന് കൈമാറും, മാത്രമല്ല ജനങ്ങൾ എങ്ങനെ ഇവനെ സഹിച്ചു ജീവിക്കും എന്നൊക്കെയുള്ള ചിന്തകൾ രാജാവിനെ അലട്ടിക്കൊണ്ടേയിരുന്നു. അവസാനം രാജാവ് ബുദ്ധ സന്യാസിയെ സമീപിച്ചു. തൻ്റെ സങ്കടങ്ങളെല്ലാം സന്യാസിയെ അറിയിച്ചു. തന്നെ എങ്ങനെയെങ്കിലും സഹായിക്കാമെന്നും അദ്ദേഹത്തോട് അപേക്ഷിച്ചു. പിന്നീടുള്ള ദിവസങ്ങളിൽ സന്യാസി രാജകുമാരനുമായി അടുത്തിടപെടാൻ ശ്രമിച്ചു. അങ്ങനെ ഒരു ദിവസം അവർ രണ്ടുപേരും പൂന്തോട്ടത്തിലേക്കൂടെ സഞ്ചരിക്കുകയായിരുന്നു. അപ്പോൾ ബുദ്ധ സന്യാസി ഒരു ചെടിയെ ചൂണ്ടി കാട്ടിക്കൊണ്ട് പറഞ്ഞു, കുമാര, നീ ആ ചെടിയുടെ ഇലയൊന്ന് കുറച്ച് രുചിച്ചു നോക്കൂ. കുമാരൻ ഉടൻ തന്നെ വളരെ അനുസരണയോടുകൂടെ ആ ചെടിയുടെ ഇലയൊന്ന് പറിച്ച് രുചിച്ചു നോക്കി. പക്ഷേ അവൻ്റെ കയ്പ് കാരണം അതവന് കഴിക്കാൻ സാധിച്ചില്ല. അവൻ അത് തുപ്പിക്കളഞ്ഞു. ഇത് കണ്ട സന്യാസി അവരോട് പറഞ്ഞു, കുമാര, ഇതൊരു ചെറിയ ചെടിയാണ്. ഇപ്പോഴേ ഇതിനിടയ്ക്ക് ഇത്രത്തോളം കയ്പുണ്ടെങ്കിൽ വളർന്നു വലിയൊരു മരമാകുമ്പോൾ എത്രത്തോളം കയ്പ് വരും. നീ ഒന്ന് ചിന്തിച്ചു നോക്കൂ. അങ്ങ് വളരെ ചെറുപ്പമാണ്. അങ്ങേക്ക് ഇപ്പോഴേ അങ്ങയുടെ ദേശം നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിൽ വളർന്ന് വലുതായി കീടാവകാശം സ്വീകരിക്കുന്ന നേരമാകുമ്പോൾ എന്താകും അവസ്ഥ? അങ്ങയുടെ അച്ഛന് പോലും അങ്ങയുടെ ഈ ചീത്ത സ്വഭാവം ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ജനങ്ങൾ എങ്ങനെ അങ്ങേ രാജാവായി സ്വീകരിക്കും? രാജകുമാരൻ അവൻ്റെ തെറ്റുകൾ മനസ്സിലാക്കി. കൂട്ടുകാരെ, നമ്മളിൽ പലരും ഈ രാജകുമാരനെ പോലെ ആയിരിക്കാം. ആ ബുദ്ധ സന്യാസിയെ പോലെ നമ്മളെ തിരുത്തുവാനും നേരായ വഴി ചൂണ്ടിക്കാട്ടാനും ഉള്ളവരാണ് നമ്മുടെ മാതാപിതാക്കളും അധ്യാപകരും. ഇനി മുതൽ നമുക്ക് നമ്മുടെ തെറ്റുകളെയും തിരുത്താം. നല്ല നാളേക്ക് വേണ്ടി നല്ല പൗരന്മാരായി വളരാം. നന്ദി, നമസ്കാരം.